മുത്തുവേ, എന്റെ പൊന്നു ദൈവമേ, എനിക്കറിയത്തില്ല ഈ വീട്ടിലെ കാര്യങ്ങൾ എന്താ വന്നു. അയ്യോ വന്നല്ല. അയ്യോ എവിടായിരുന്നു എന്റെ മോളെ? നിന്നെ അവനെ വിളിക്കാനല്ലേ വിട്ടത്? എന്നിട്ട് ഞാൻ വിചാരിച്ചിപ്പോ നിന്നെ അന്വേഷിച്ച് ഇനി അടുത്ത ആളിനെ ഞാൻ വിടണമെന്ന്. അയ്യോ അച്ഛമ്മ, ഇത് എന്റെ മിസ്റ്റേക്ക് അല്ല. ഞാൻ കിച്ചണില് നോക്കി, മുത്തോങ്കൾ അവിടെ ഇല്ല. പിന്നെ ഡൈനിങ്ങില് നോക്കണ്ടല്ലോ, ഇവിടെ മുത്തോങ്കളില്ല. ഞാൻ ഈ വീട് മൊത്തം നോക്കി അച്ഛമ്മ, ഇവിടെ എങ്ങും മുത്തോങ്കളില്ല. അവസാനം ബാക്ക് സൈഡിൽ ഇരിക്കുകയാണ്. ബാക്ക് സൈഡിലോ? അവിടെ എന്തോയിരുന്നു ഇവന് പണി? എന്റെ അച്ഛമ്മ അവിടെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ മുത്തോങ്കൾ അവിടെ ഇരുന്ന് ആലോചിച്ച് ഉറങ്ങിപ്പോയേനെ. എന്തോ നാടാ ഇതൊക്കെ. രാവിലെ ഞാൻ നിന്നോട് പറഞ്ഞു, എടാ നമുക്ക് ഇതൊന്ന് ബാങ്കിൽ പോകണം, എന്നിട്ട് ഈ കത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം, അത്യാവശ്യമുള്ള കാര്യമാന്ന്. എന്നിട്ട് നിനക്ക് അതിന്റെ എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ? എന്റെ അച്ഛമ്മ പറഞ്ഞതൊന്നും മുത്തോങ്കൾ കേട്ടിട്ട് പോലും ഇല്ല. മുത്തോങ്ങളുടെ കണക്ഷൻ ഇവിടെ അല്ല. ഓഹോ, പോയോ? എത്ര നേരം കൊണ്ട് ഞാനിവിടെ കിടന്ന് ശലയ്ക്കുന്നു. പറഞ്ഞോ, എനിക്ക് കേൾക്കാലോ. കേക്കാവോ? കേട്ടില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ രാവിലെ ബാങ്ക് വരെ ഒന്ന് പോണോന്ന്, ഒരു കത്ത് കൊടുക്കാനുണ്ടെന്നും ഒക്കെ. അതൊക്കെ പറഞ്ഞിട്ട് നീ വല്ലതും കേട്ടോ? ഞാനേ ശ്രദ്ധിച്ചെന്നിരിക്കുന്ന കേട്ടോ. ഞങ്ങള് കണ്ടു, ശ്രദ്ധിച്ചതും ഛർദിച്ചതും ഒക്കെ കണ്ടു. അതെ, ഇത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കണം. മാനേജരെ കാണാൻ നിൽക്കണ്ട, അയാളെ മെനക്കെടുത്താൻ പോകണ്ട. അവിടെ ഹെൽപ്പ് ഡെസ്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് സുഷമ മാഡം ആരാന്ന് ചോദിച്ചിരിക്കാം. ഈ പണ്ടത്തെ കണക്കല്ല, ഇപ്പോൾ ബാങ്കിൽ ഡെസ്കും ബെഞ്ചൊന്നും ഇല്ല, എല്ലാം മറ്റേ കണ്ണാടിക്കൂടിനകത്താണ് ടീം ഇരിക്കുന്നത്. ആണോ? ഉള്ള ബെഞ്ചും ഡെസ്ക് നീ എടുത്ത് നിന്റെ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ കൊണ്ട് കേട്ടാ, ബെഞ്ചും ഡെസ്ക്. എടാ, അവിടെ ചെന്ന് സുഷമ മാഡം എവിടെയെന്ന് പേര് ചോദിക്കുക. ആരെങ്കിലും നിനക്ക് കാണിച്ചു തരും. ബെഞ്ചും ഡെസ്കും ഒന്നും നീ അന്വേഷിക്കണ്ട കേട്ടോ. എന്നിട്ട് ഈ കത്ത് കൊടുത്തിട്ട് പറയാം മാഡം തന്ന അയച്ചാണെന്ന് പറഞ്ഞാ മതി. ഈ ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോകേണ്ട കാര്യം എന്താണ് കൊച്ചമ്മ? എന്റെ പൊന്നു മുത്തു, എനിക്ക് വയ്യ. പറയുന്ന ഒരു കാര്യം ചെയ്യാവോ? നീ ഇവിടെ നിന്ന് പോയി തരാവോ? കൊച്ചമ്മയുടെ മനസ്സ് ശരിയല്ല, മനസ്സ് ഇവിടെ അല്ല. അതാണ് എന്റെ ഒരു കൊച്ചമ്മയുടെ മനസ്സാണ് ഇവിടെ അല്ലാതായിപ്പോയി. അവരാണ് സർവത്ര മനസ്സുകൊണ്ട് ഇവിടെ നിൽക്കുക. എന്റെ പൊന്നു മക്കളെ, ചെറിയച്ഛനെ ഒന്ന് വിളിക്കൂ എന്റെ പൊന്നുമോള്. അതിന് മറക്കല്ലേ? ഇല്ല, ഞാൻ മറക്കൂല. കൊച്ചമ്മ, ഇപ്പൊ ഈ ബാങ്കിൽ പോണെന്ന് രാവിലെയും പറഞ്ഞു. ഈ ബാങ്കിൽ പോയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മുത്തു, നിനക്ക് എന്തോടാ പറ്റിയത്? ഒന്നും പറ്റില്ല കൊച്ചമ്മ. ഇല്ലേ? ഇല്ല. എന്നാ കാര്യമായിട്ട് നിനക്ക് ഏതാണ്ടോ പറ്റിയത്. നീ ഈ ലോകത്തൊന്നും അല്ല. നിന്റെ ബുദ്ധിയും ഓർമ്മയും എല്ലാം കൂടെ കണ്ടുപോയി. അശിഷേ, കൊച്ചമ്മക്ക് ഇത്ര നേരം ഇവിടെ പറഞ്ഞ എന്തുവാ? അതെ, അത് മനസ്സിലായി. പേപ്പർ എടുത്ത് നേരെ ബാങ്കിൽ പോണം. വേറെ ആരെ കാണണമെന്ന് പറഞ്ഞല്ലോ? നീയല്ലേ പറഞ്ഞ ബെഞ്ചും ഡെസ്കും ഒന്നും ഇപ്പൊ അവിടെ ഇല്ലെന്ന്. അതെ, ആരടാ ഡെസ്കിൽ ഇരിക്കുന്നത്? അതിന്റെ പേരാണ് പറഞ്ഞത്. ആ ഹെൽപ്പ് ഡെസ്കിൽ ചെന്ന് സുഷമ മാഡം ആരാന്നൊന്ന് വാ തുറന്ന് ചോദിക്ക്. ചോദിച്ചിട്ട് ഇത് മാഡം തന്ന ആശാന്ന് ഇത് അങ്ങോട്ട് കൊടുക്കണം. പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നീ ഇപ്പൊ ഇവിടെ ഒന്നും അല്ല. നിന്റെ മനസ്സും ബുദ്ധിയും എല്ലാം എങ്ങോട്ടോ നിൽക്കുക. അയ്യോ എന്റെ പൊന്നു മോനെ, എന്താ അമ്മ വരാൻ പറഞ്ഞു? ആ പേപ്പറിയുണ്ടോ? മോളെന്തോ അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ മക്കളെ, ദാണ്ടിതേ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കണം. എനിക്ക് 3 മാസത്തെ സ്റ്റേറ്റ്മെന്റ് ഉടനെ വേണം. പറഞ്ഞപ്പോ ഇവൻ വേറെ ഏതാണ്ട് ലോകത്ത് അതിനെ ഒന്നും കേൾക്കുന്നില്ല അവന്. അല്ലമ്മ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോകേണ്ട കാര്യമില്ല. അമ്മയുടെ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 or 6 ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ആണോ? ആ മൊബൈലിൽ ഞാൻ ചെയ്ത. എന്നാ മോൻ അതൊന്ന് എടുത്തതാ. യോ എന്റെ പൊന്നേ. പോടെ, അങ്ങോട്ട് പോടെ. ചേട്ട് തരാം. കൊച്ചമ്മ, അപ്പൊ ഞാൻ ബാങ്കിൽ പോയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇവിടുന്ന് നിന്റെ മുറിയിലോട്ട് ചെല്ലണം. അതായത് ഇപ്പൊ ഒരു പണിയും നീ എടുക്കണ്ട. നീ എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട. ആ മുറിയിൽ ചെന്ന് വല്ല നീണ്ടു നവർന്ന് സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങുക. ഉറങ്ങി എഴുന്നേക്കുമ്പോ ഈ വട്ട് മാറി ഒരു വിളിവ് വരുവിടാ. കൊച്ചമ്മ, അങ്ങനെ ചെന്ന് ഉറങ്ങാൻ പറ്റില്ല കൊച്ചമ്മ. എന്ത്? കുഞ്ഞിനെ ഞാൻ കുർത്തിച്ചക്ക വെച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. കുഞ്ഞിന്? ആ കുഞ്ഞിന്. എന്തോന്ന് ചക്ക? പുറത്തിച്ചക്ക, അതായത് പൈനാപ്പിൾ. നന്നായിരിക്കും. പൈനാപ്പിളിന് വരെ പാവയ്ക്ക് ഇട്ട് കൊടുക്കരുത് ഈ ഒരുമാതിരി വെടിവില്ലാത്ത അവസ്ഥയിൽ. പോ ചെല്ല, എന്തോ ഇവിടുന്ന് മാറി. എന്റെ കഷ്ടകാലത്തിനൊന്ന് വിളിച്ച്. കൊച്ചമ്മ, ഞാൻ ഈ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കിയതിന് ശേഷം ബാങ്കിൽ പോയാൽ മതിയോ അതോ അതിന് തൊട്ടു മുമ്പേ പോണം? കത്തിച്ചാടാ, അത് മതി. നീ ഒന്നും ചെയ്യണം.
നീ എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട. നീ കുഞ്ഞിന് പൈനാപ്പിളോ പാവയ്ക്കോ എന്താന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ പറഞ്ഞു ഒന്ന് ചെയ്യുവോ? എവിടെങ്കിലും ചെന്ന് നീ 2 മണിക്കൂർ ഒന്ന് കിടന്ന് ഉറങ്ങ്. ശരി. എന്തോ പ്രശ്നം ഉണ്ടടാ നിന്റെ തലക്കിപ്പോഴ്. അയ്യോ സുഷമ അടുത്ത് സുഷമേ ഇല്ല. ഓടാടുന്ന്. അത് മാത്രം ഓർമ്മയുണ്ട്, എത്ര വെളിവില്ലെങ്കിലും പെണ്ണുങ്ങളുടെ പേര് സുഷമ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.